വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. ഇപ്പോൾ നമ്മളിന്ന് മാത്സിൻ്റെ ബാക്കിയും കൂടെ പഠിക്കുകയല്ലേ. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ബാക്കി ഭാഗം കൂടെ നോക്കിയാലോ. എന്തൊക്കെയാണ് ഐസോസ്ലെസ് ട്രയാങ്കിളാണ് മിസ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പ്രോബ്ലം ഉണ്ട്, അതൊക്കെ പഠിക്കാം കേട്ടോ. നോക്കൂ, എന്താണ് ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? എന്താ ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? What is meant by isosceles triangle? ഇപ്പോൾ ഒരു isosceles triangle means in a triangle two sides are equal. 3 sides ആണുള്ളത്, അതിൽ 2 sides ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ് നമ്മൾ എന്ത് പറയുക? ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയാം. ഇപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഇഫ് 2 sides of a triangle are equal, the angles opposite to these sides are equal. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 sides of triangle are equal എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. in an isosceles triangle any of the 2 sides are equal. Suppose this is the triangle ABC. AC equal to BC ആണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? if 2 sides of a triangle are equal, then angle opposite to these sides are also equal. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റായ ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിൾസും എ ആൻഡ് ബി ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? നമുക്ക് പ്രൂവ് ചെയ്താലോ എന്നാൽ മിസ് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, കൺസിഡർ ട്രയാങ്കിൾ എ ബി സി, റൈറ്റ്? ദെൻ കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. ഇനി ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓർ ഇങ്ങനെ വരയ്ക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടു എ ബി. എ ബിക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. ഇറ്റ് പാസസ് ത്രൂ സി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീൻസ് വാട്ട്? ഇറ്റ് ബൈസെക്സ് അല്ലേ? ഇറ്റ് ബൈസെക്സ് ദ ലൈൻ എ ബി. ഇപ്പോൾ ഇവിടെ ഒ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ ഈ ഒ എ എന്ന പോയിൻറ്റും ഒ ബി എന്ന പോയിൻറ്റും ഈക്വൽ ആയിരിക്കും, ബിക്കോസ് ഒ ഈസ് ദ മിഡ് പോയിൻറ്റ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. എ ബി സി ഈസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. ഐസോസ്ലെസ് ട്രയാങ്കിൾ മീൻസ് 2 sides of this triangle are equal. അപ്പോൾ വി ഹാവ് ഗിവൺ ദാറ്റ് 2 sides are, അപ്പോൾ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എ സി ഈക്വൽ ടു ബി സി. ഇത് ഗിവൺ ആണ്, നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. എ സി ഈക്വൽ ടു ബി സി. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോവാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? 2 ട്രയാങ്കിൾസ് കൺഗ്രുവൻസി പ്രൂവ് ചെയ്യും. കൺഗ്രുവൻ്റ് ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്? കൺസിഡർ ട്രയാങ്കിൾ എ ഒ സി ആൻഡ് ട്രയാങ്കിൾ ബി ഒ സി. അതിലല്ലേ എയും ബിയും ഒക്കെ ആംഗിൾസ് ഉള്ളത്. വളരെ എളുപ്പമാണ്. നോക്കൂ, എന്തൊക്കെ പറയാം? എ സി ഈക്വൽ ടു ബി സി. കാരണം എന്താണ്? നമുക്ക് ഗിവൺ ആണ് എ ബി സി ഈസ് ഐസോസ്ലെസ്. അപ്പോൾ എ സി ഈക്വൽ ടു ബി സി. ഇതിന് അടുത്ത് എന്ത് പറയാം? ഒ എ ഈക്വൽ ടു ഒ ബി മീൻസ് ഒ ഈസ് ദ മിഡ് പോയിൻറ്റ്. ഇതിനടുത്ത് എന്ത് പറയാം? ഒ സി ഈക്വൽ ടു ഒ സി. ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ. വാട്ട് ഇസ് ഇറ്റ്? കോമൺ സൈഡ്. കോമൺ, ഇത് രണ്ടിലേക്കുള്ളതല്ലേ, കോമൺ സൈഡ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് 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 3 sides കിട്ടി. 3 sides ഈക്വൽ ആണ്. നമുക്ക് എന്ത് പറയാം? 3 sides of one triangle will be equal to 3 sides of corresponding and 3 sides of another triangle. Then these triangles are said to be congruent. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ AOC and triangle BOC are congruent. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒ സി എന്ന സൈഡിന് നോക്കൂ, ഒ സി എന്ന സൈഡിന് ഇതല്ലേ ഒ സി. ഒ സി എന്ന സൈഡിന് ഓപ്പോസിറ്റാണ് ആംഗിൾ എ. ഒ സി എന്ന സൈഡിന് ഓപ്പോസിറ്റാണ് ആംഗിൾ ബി. അപ്പോൾ രണ്ടിനും കോമൺ സൈഡല്ലേ ഒ സി. അപ്പോൾ ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. എന്താ അതിൻ്റെ റീസൺ എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു
equal sides are equal. മനസ്സിലായത്? നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം, എഴുതി വെച്ചിട്ട് സ്വന്തമായിട്ട് പഠിക്കണം കേട്ടോ. അതിനുവേണ്ടിയാണ് മിസ് പറയുന്നത്. അപ്പം നമുക്ക് അത് കിട്ടി. നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? If two sides of a triangle are equal, then the angle opposite to equal sides are equal. That means for an isosceles triangle, two sides are equal and two angles are equal. That equal angles are called base angles. ആ ആംഗിൾ നമ്മളെന്താ പേര് പറയുക? ആ ആംഗിളിൽ പറയുന്ന പേര് ബേസ് ആംഗിൾസ് എന്നാണ് പറയുക. അതായത് ഈക്വൽ സൈഡ്സിലല്ല ആ ആംഗിൾ ഉണ്ടാവുക. വേറൊരു സൈഡില്ലേ, ഈക്വൽ അല്ലാത്തൊരു സൈഡില്ലേ, ആ സൈഡിലാണ് ഈ രണ്ട് ആംഗിൾസും എപ്പോഴും ഉണ്ടാവുക. ഇനി മറന്നു പോവോ? ഈക്വൽ ആംഗിൾസ് ആർ കോൾഡ് ബേസ് ആംഗിൾസ്. റൈറ്റ്. ഇനി നമുക്ക് അടുത്തത് എന്താണ്? അതാണ് ഒരു പ്രൂഫ് കേട്ടോ. നിങ്ങൾ ഓരോ കാര്യങ്ങളും പ്രൂവ് ചെയ്യുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനി നമ്മൾ അടുത്ത പേജിൽ എന്താ ഉള്ളത്? അടുത്ത അപ്പോൾ അത് തന്നിരിക്കുന്നത്, അപ്പം മിസ് പറഞ്ഞത് തന്നെയാണ് അതിൽ തന്നിരിക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതാണ്. ഇനി അടുത്തത്, ഇഫ് ടു ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ദെൻ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമില്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞത് ടു സൈഡ്സ് ആർ ഈക്വൽ, ദെൻ ആംഗിൾസ് ആർ ഈക്വൽ. ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ടു ആംഗിൾസ് ആർ ഈക്വൽ, ദെൻ ടു സൈഡ്സ് ആർ ഈക്വൽ. നേരെ തിരിച്ച് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്കത് പ്രൂവ് ചെയ്താലോ? എങ്ങനെയാണ് അങ്ങനെ വരിക എന്നുള്ളത്? ഇനി നമ്മളെന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഇപ്പം ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തത് ടു സൈഡ്സ് ആർ ഈക്വൽ, ദെൻ ടു ആംഗിൾസ് ആർ ഈക്വൽ എന്നാണ്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ടു ആംഗിൾസ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ സി ഈക്വൽ ടു ബി സി. എ സിയും ബി സിയും ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതും ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇവിടെ നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. ഇവിടെ 90 ഡിഗ്രി ആവുമല്ലോ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഒരു പെർപെൻഡിക്കുലർ ലൈൻ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് മിസ് പറയുന്നില്ല, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഇതൊരു ഓയിൽ മീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്? എ സി ഈക്വൽ ടു ബി സി. ഇതേപോലെ നമ്മൾ ഇത് 90 ആണെങ്കിൽ ഇത് 90 ആയിരിക്കും അല്ലേ? ഇപ്പോൾ നമ്മൾ ആംഗിൾ എ എക്സ് എന്ന് എടുത്താൽ ആംഗിൾ ബി എത്ര തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഈക്വലാന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ എഴുതാൻ പോവാണ്. നമുക്ക് എന്തൊക്കെയാണ് തന്നത്? നമ്മൾ ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്? കൺസിഡർ ട്രയാങ്കിൾ എ ഒ സി ആൻഡ് ട്രയാങ്കിൾ ബി ഒ സി. ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയാം? ഇത് രണ്ട് ആംഗിൾസ് അറിയാം. ഏത് സൈഡാണ് നമുക്കറിയാം? ഒ സി ഈക്വൽ ടു ഒ സി. അത് മാത്രമേ നമുക്കറിയൂ, വേറെ സൈഡൊന്നും നമുക്കറിയില്ല. ഒ സി ഈക്വൽ ടു ഒ സി ആണ് കോമൺ സൈഡ്. അപ്പോൾ ഒരൊറ്റ സൈഡ് നമുക്ക് അറിയുമെങ്കിൽ ആ സൈഡിലുള്ള രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടണം. അങ്ങനല്ലേ നമ്മൾ പഠിച്ചത്? അപ്പോൾ ആ സൈഡിലത്തെ ഒരു ആംഗിൾ നമുക്കറിയാം. ഇറ്റ് ഈസ് 90. ഏതാ ആംഗിൾ? ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ്? ഒ സി ഈസ് പെർപെൻഡിക്കുലർ. ഒ സി ഒരു പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലറിൻ്റെ സൈനാണ് മിസ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പെർപെൻഡിക്കുലർ. പിന്നെ എ ഈക്വൽ ടു ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ആണെന്ന് നമുക്കറിയാം. എക്സ് എന്ന് മിസ് വെറുതെ കൊടുത്താൽ കേട്ടോ. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. അപ്പോൾ നോക്കൂ, ഒരു ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. എ ഒ സി ബി ഒ സി 90 ഡിഗ്രി, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. അതായത് ഇതും ഈക്വലാണ്. വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. നോക്കൂ, ഈ ആംഗിൾ, ഇപ്പം നമുക്ക് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി അല്ലേ? അതേപോലെ എ ഒ സി ഈക്വൽ ടു ബി ഒ സി. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയാൽ തേർഡ് ആംഗിളും എന്തായിരിക്കും? ഇഫ് ടു ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് ടു ആംഗിൾസ് ഓഫ് അനദർ ട്രയാങ്കിൾ, ദെൻ ദ തേർഡ് ആംഗിൾ മസ്റ്റ് ബി ഈക്വൽ. കാരണം ആകെ 3 ആംഗിൾ അല്ലേ ഉള്ളൂ. 3 കൂടെ കൂട്ടിയ 180 കിട്ടണം.
അതിൽ 2 എണ്ണം ഈക്വലാണ്. അപ്പോൾ തേർഡ് ആംഗിൾ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിട്ട് തന്നെ വരും. മനസ്സിലായോ? നിങ്ങൾക്ക് അറിയണ്ടാവും, അതൊരു മിസ് ഇത് കാണിക്കൊന്നും വേണ്ടല്ലോ. അങ്ങനെ ആയിരിക്കും. 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായാലും ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആംഗിൾ AOC ഈക്വൽ ടു ആംഗിൾ BOC എന്ന് പറയാം. ഇതിന് റീസൺ, ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്നും ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്നും കൊടുത്താൽ ഇതിൻ്റെ റീസൺ ഫ്രം 1 ആൻഡ് 2, ഈ 1-ൽ നിന്നും 2-ൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. റൈറ്റ്? ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? ഒരു സൈഡ് കിട്ടി. ഏതാ സൈഡ്? കോമൺ സൈഡ്. OC എന്ന കോമൺ സൈഡല്ലേ നോക്കുക. ഈ OC എന്നിട്ടുള്ളൊരു കോമൺ സൈഡ് കിട്ടി. ഈ OC എന്നൊരു കോമൺ സൈഡ് കിട്ടി. ആ സൈഡിലെ ഈ ആംഗിളും ഈക്വലാണ്. ഈ ആംഗിളും മറന്നു പോയി. ഇപ്പോൾ ഒരു സൈഡും കിട്ടി, ആ സൈഡിലുള്ള 2 ആംഗിൾസും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ AOC ആൻഡ് ട്രയാങ്കിൾ BOC ആർ കൺഗ്രുവൻ്റ് എന്ന് പറയാം അല്ലേ? കൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റായ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഏതാ ഈക്വൽ ആംഗിൾസ്? ഇതും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതല്ലേ? AC അല്ലേ? ACയും BCയും ഈക്വലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നോക്കൂ, ഈ ആംഗിളും ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റാണ് ഇത്, ഇതിന് ഓപ്പോസിറ്റാണ് ഇത്. ഇപ്പോൾ 2 ഈക്വൽ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore AC ഈക്വൽ ടു BC. ഏതിന് ഓപ്പോസിറ്റ്? AOCയും BOCയും ഈക്വലാണ്. ആംഗിൾ AOC ഈക്വൽ ടു ആംഗിൾ BOC ഈക്വൽ ടു 90 ഡിഗ്രി. ഇപ്പോൾ AC ഈക്വൽ ടു BC. മനസ്സിലായോ? അപ്പോൾ നമ്മൾ രണ്ടും പഠിച്ചു. ഇഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾ is equal, then the angles opposite to these sides are equal. അത് മിസ് ആദ്യം പഠിപ്പിച്ചു. ഇപ്പം നമ്മൾ പഠിച്ചത് if 2 angles are equal, then 2 sides are also equal. മനസ്സിലായോ? രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി അടുത്ത് നമ്മൾ എന്താ നോക്കാൻ പോകണം? നോക്കൂ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം, if 2 angles of a triangle are equal, then sides opposite to these angles are also equal. നമുക്കറിയാം. അപ്പം നമ്മൾ മിസ് 2 പറഞ്ഞില്ലേ? നമ്മൾ ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്താണെന്നുള്ളതാണ് അടുത്തത്. അത് വളരെ എളുപ്പമാണ്, പ്രൂവ് ചെയ്യാനൊന്നുമില്ല. Equilateral triangle means what? Equilateral triangle means if 3 sides of a triangle are equal, then that type of triangles are called as equilateral triangles. Okay? നോക്കൂ, 4 cm, 4 cm, 4 cm. അപ്പോൾ ഇതിൽ 2 sides ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഐസോസ്ലസ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇപ്പോൾ ഇത് 4 cm, ഇത് 4 cm. അപ്പോൾ ഈ 4-ന് ഈക്വലായ ഈ ആംഗിളും ഓപ്പോസിറ്റായ ഈ ആംഗിളും ഈ 4-ന് ഓപ്പോസിറ്റായ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. രണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും 4 തന്നെയല്ലേ, ഈ സൈഡും 4 അല്ലേ? അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആവും. അപ്പോൾ 3, അപ്പോൾ ഇത് ഒരു ആംഗിൾ X ആണെങ്കിൽ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? X ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 180. അപ്പോൾ 180 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആംഗിൾസും എത്ര ഉണ്ടാവും? 60 ഡിഗ്രി. അപ്പോൾ ഫോർ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓൾ ആംഗിൾസ് ആർ 60 ഡിഗ്രി. മറന്നു പോവോ? ഇല്ലല്ലോ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. നമ്മൾ അടുത്ത പ്രോബ്ലത്തിൻ്റെ നമുക്ക് നോക്കാം. നോക്കൂ, ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കൂ, സം ഐസോസ്ലസ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ബിലോ. ഇൻ ഈച്ച് വൺ ആംഗിൾ ഈസ് ഗിവൺ, ഫൈൻഡ് ദ അതർ ആംഗിൾസ്. എല്ലാം ഐസോസ്ലസ് ട്രയാങ്കിളാണ്. അതിൽ ഓരോന്നിലും ഓരോ ആംഗിൾ തന്നിട്ടുണ്ട്, ബാക്കിയുള്ള ആംഗിൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൽ ഏതാണ്? ഇത് 30 ആണ്. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇതുമാണ് ഈക്വൽ അല്ലേ? ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ദിസ് ഈസ് ഓൾസോ 30. അപ്പോൾ 30 + 30 60 വരും. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180. അപ്പോൾ 180യിൽ നമുക്ക് എത്ര കിട്ടി? 30 + 30 60. അപ്പോൾ 180 - 60 എത്രയാണ്? 120 അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്രയായിട്ട്? 120 ഡിഗ്രി. ഭയങ്കര എളുപ്പമാണ്. എല്ലാം അതുപോലെ ആവണമെന്നില്ല കേട്ടോ. ഇനി ഇത് നോക്കൂ, ഇത് 40 ആണ്. അപ്പോൾ ഈ സൈഡും ഈ സൈഡുമാണ് ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായ ഈ ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റായ ഈ ആംഗിളുമാണ് ഈക്വൽ ഉണ്ടാവും. 2 ആംഗിളും നമുക്കറിയില്ല. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ 180 നമ്മൾ
180 മൈനസ് 40 നമുക്ക് എത്ര വരും? 140 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 140 കിട്ടണം. അപ്പോൾ ഓരോന്ന് എത്രയായിരിക്കും? 140/2 എത്ര വരും? 70. അപ്പോൾ ഇത് 70, ഇതും 70. മനസ്സിലായോ? അങ്ങനെയാണ് അത് രണ്ടും കിട്ടുക. ഇനി അടുത്ത് നോക്കൂ ഏതാണെന്നുള്ളത്. ഇതാണ് നോക്കിയാട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ആംഗിൾ ഇപ്പോൾ ഈ സൈഡും ഈ സൈഡുമാണ് ഈക്വൽ. അപ്പോൾ ഈ ആംഗിളും ആയിരിക്കും ഈക്വൽ അല്ലേ? അപ്പോൾ ആ രണ്ട് ഈക്വൽ ആംഗിൾസ് രണ്ടും നമുക്ക് തന്നിട്ടില്ല. ഇപ്പോൾ 180 മൈനസ് 20 എത്ര കിട്ടും? 160. ഇപ്പോൾ ഓരോന്നും എത്ര ആയിരിക്കും? 160/2. അപ്പോൾ എത്ര വരും? 160/2 എന്ന് പറഞ്ഞാൽ 80 വരും. 80. സിമ്പിളാണ്. ഇത് 100 ആണ്. അപ്പോൾ ഈ സൈഡുമാണ് ഈക്വൽ. ഈ ആംഗിളും നമുക്കറിയില്ല, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 180 മൈനസ് 100 എത്ര കിട്ടും? 80 ഡിഗ്രി. അപ്പോൾ ഓരോന്നും കാണാം 80/2 എത്ര കിട്ടും? 40. ഇതും 40, ഇതും 40. എളുപ്പമാണ്. ഇനി അടുത്ത് നോക്കൂ. വൺ ആംഗിൾ ഓഫ് എൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ഈസ് 90 ഡിഗ്രി. ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. വാട്ട് ആർ ദി അതർ ആംഗിൾസ്? ഒരു ആംഗിൾ 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചിരിക്കുകയാണെങ്കിൽ നോക്കൂ, ഒരു ആംഗിൾ അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഒരു ആംഗിൾ 90 ആണ്. അപ്പോൾ ബാക്കി ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 അല്ലേ? 180 മൈനസ് 90 എത്ര കിട്ടും? 90 ഉണ്ടാവും. ബാക്കിയുള്ള രണ്ട് ആംഗിളോട് ചേരുമ്പോൾ എത്ര വരണം? 90 വരണം. അപ്പോൾ ഓരോ ആംഗിളും കാണാം 90/2 എത്ര വരും? 45 ഡിഗ്രി. അപ്പോൾ ഓരോന്നും ഇത് 45, ഇതും 45, ഇത് 90 ഡിഗ്രി. ഇത് വലുതാക്കി വരച്ച് കാണിക്കണോ? അടുത്തത് അങ്ങനെ വലുതാക്കി വരയ്ക്കുക കേട്ടോ. വൺ ആംഗിൾ ഓഫ് എൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ഈസ് 60 ഡിഗ്രി. വാട്ട് ആർ ദി അതർ 2 ആംഗിൾസ്? ഒരു ആംഗിൾ 60 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ആംഗിൾസ് ഒക്കെ എത്രയാണ്? അപ്പോൾ ഒരു ആംഗിൾ 60 ആണെങ്കിൽ ബാക്കി ആംഗിൾ കാണാൻ എന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. ഒരു ആംഗിൾ 60 ആണ്, ഐസോസ്ലെസ് അല്ലേ? അപ്പോൾ അത് രണ്ടും ഈക്വലാണ്. അപ്പോൾ നമുക്കിത് ABC എന്ന് കൊടുത്താൽ നമുക്ക് എന്താ കാണണ്ടേ? AB കാണണം. രണ്ട് ഈക്വലാണ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? അപ്പോൾ നമുക്ക് എയും ബിയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ കാണാൻ നമ്മളെന്താ ചെയ്യുക? 180 മൈനസ് 60. 180 ഡിഗ്രിയിൽ 60 ഡിഗ്രി മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 120 കിട്ടേണ്ടത്. അപ്പോൾ ആംഗിൾ എ അല്ലെങ്കിൽ ആംഗിൾ ബി കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 120/2. അപ്പോൾ ഓരോന്നും എത്ര കിട്ടി? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓരോന്നും നമുക്ക് ഇതും 60, ഇതും 60. അപ്പോൾ ഇത് ഏത് ട്രയാങ്കിളാണ്? 3 ആംഗിൾസ് 60 ആയി കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു കിട്ടില്ല കേട്ടോ. 2 സൈഡ്സാണ് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ, റൈറ്റ്? 3 സൈഡ്സ് പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? In a figure below, O is the center of the circle. A, B are points on the circle. Compute angle A and angle B. ഇത് വളരെ എളുപ്പമാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ആംഗിൾ എയും ബിയും കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ? സർക്കിൾ ആകുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്, ഇതും ഈക്വൽ ആയിരിക്കും. എന്താണ്? ദീസ് ആർ റേഡിയസിൻ്റെ പ്ലൂരൽ ഫോമാണ് റേഡിയൈ എന്നാണ് പറയുക. രണ്ട് റേഡിയസിൻ്റെ നമ്മൾ എന്താ പറയുക? റേഡിയൈ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ OA ഈക്വൽ ടു OB ആണ്. എന്താ കാരണം? OA ഈക്വൽ ടു OB. കാരണം എന്താണ്? റേഡിയസ്. അപ്പോൾ ഇതെന്ത് ട്രയാങ്കിളാണ്? ഐസോസ്ലെസ് അല്ലേ? 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ദിസ് ഈസ് എൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ആയിരിക്കും. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 60. 180 60 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 120 കിട്ടും. അപ്പോൾ 120 പറഞ്ഞത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര വരിക? 120 വരിക. അപ്പോൾ ഓരോന്നും കാണാൻ എന്താ ചെയ്യുക? 120/2. അപ്പോൾ എത്ര വരും? 60. അപ്പോൾ ഓരോ ആംഗിൾസും ഇതും 60, ഇതും 60 വരും. മൂന്നും 60 ആണ്. മനസ്സിലായോ? അപ്പോൾ അത്രയാണ് അതിലുള്ളത്. ഇനി അടുത്തലുണ്ടോ നോക്കട്ടെ, ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കണ്ടോ. ഇൻ ദ ഫിഗർ ബിലോ
O is the center of the circle. A, B, C are points on the circle. കണ്ടെല്ലാവരും A, B, C. What are the angles of triangle ABC? ട്രയാങ്കിൾ എ ബി സി വലുതാണ്. അതിലെ ഓരോ ആംഗിൾ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളാണല്ലേ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇത് തന്നെ മിസ് വരച്ച് കാണിക്കുക, അത്രയേ ഉള്ളൂ ഇത്. ഇപ്പോൾ ഇത് 120 ആണെങ്കിൽ ഇത് ഈ ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറഞ്ഞാലും ഒ സി എന്ന് പറഞ്ഞാലൊക്കെ എന്താ റേഡിയസ് അല്ലേ? അപ്പോൾ ഇതും ഈക്വൽ അല്ലേ? ഇത് ഈ ആംഗിൾ 120 ആണെങ്കിൽ ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? അതായത് 180 മൈനസ് 120 എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ ആംഗിളും കണ്ടുപിടിക്കാൻ 60/2 എത്ര വരും? 30. അപ്പോൾ ഈ ആംഗിൾ 30 ആണ്, ഈ ആംഗിൾ 30 ആണ്. അതേപോലെയാണ് ഇവിടെ അല്ലേ? ഈ ആംഗിളും 30, ഈ ആംഗിളും 30. ഇനി ഈ ആംഗിൾ നമുക്ക് തന്നിട്ടില്ല, നോക്കിയേ. ഈ ആംഗിൾ തന്നിട്ടില്ല. ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുക. ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 360 വരണം. ടോട്ടൽ 360 ആണ് വരേണ്ടത്. 360ൽ ഒരു 120, ഇതൊരു 120. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 360 മൈനസ് 120 240. ഇപ്പോൾ എത്ര വരും? 120. അപ്പോൾ ഇതും എത്രയാണ്? 120. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എത്ര കിട്ടി? 360 കിട്ടി. മനസ്സിലായി? അപ്പോൾ ഇത് 120 ആണ് നമുക്കറിയാം. ഇത് 30, ഇതും 30. അപ്പോൾ നോക്കൂ, നമുക്കെല്ലാം കിട്ടി. അപ്പോൾ ആംഗിൾ എ എത്രയാണ്? പറയൂ. വളരെ സിമ്പിൾ. ആംഗിൾ എ 60, ആംഗിൾ ബി ഓൾസോ 60, ആംഗിൾ സി ഓൾസോ 60. കണ്ടോ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആംഗിൾ എ കിട്ടി, ആംഗിൾ ബി കിട്ടി, ആംഗിൾ സി കിട്ടി. എളുപ്പമല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മിസ് വീണ്ടും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ മിസ് ഒരു ഓൺലൈൻ ട്യൂഷൻ നടത്തുന്ന കാര്യം മറന്നു പോകരുത്. മിസ് ഒരു ഓൺലൈൻ ട്യൂഷൻ നടത്തുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനും ഇങ്ങനത്തെ ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മിസ്സിനെ കണ്ടുകൊണ്ട് മിസ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാം. കുറേ കുട്ടികളുണ്ട്, നിങ്ങൾക്കൊരു ക്ലാസ് പോലെ ഇരുന്ന് പഠിക്കാം. പക്ഷേ ചെറിയൊരു ഫീസ് ഉണ്ട്, 100 രൂപ. ഫിസിക്സും കെമിസ്ട്രിയും മാത്സുമാണ് മിസ് എടുക്കുന്നത്. വളരെ ചെറിയൊരു ഫീസാണ്. ഫിസിക്സിന് 100, കെമിസ്ട്രിക്ക് 100, മാത്സിന് 100 രൂപയെ ഒരു മാസത്തേക്ക് ഫീസുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. സ്കൂളിൽ ക്ലാസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. കാരണം അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് പഠിക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേ? നിങ്ങൾക്ക് വേണ്ടിയാണ് മിസ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ ഒട്ടും സമയം കളയാതെ തന്നെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സംശയിക്കൊന്നും വേണ്ട. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ്സിൻ്റെ നമ്പറുണ്ട്. ആ നമ്പറിലൊന്ന് വിളിച്ചാൽ മാത്രം മതി കേട്ടോ. വിളിച്ചു കഴിഞ്ഞാൽ മിസ് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. എല്ലാ ദിവസവും 6 മുതൽ 7:30 വരെ, വൈകുന്നേരം 6 മണി മുതൽ 7:30 വരെയാണ് ക്ലാസ്. നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാം. വെറും ഒരു 300 രൂപ ചിലവിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ പഠിക്കാം. മനസ്സിലായോ? വളരെ രസകരമായത്. ഞാനിങ്ങനെ ലെക്ചർ അടിക്കൊന്നുമല്ല അവിടെ. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞും കേട്ടും പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടും സമയം കളയാതെ ഇന്ന് തന്നെ മിസ്സിനെ വിളിക്കാം. റൈറ്റ്? ഇനി തീരെ ബുദ്ധിമുട്ടാണ്, 300 രൂപയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ മിസ്സിൻ്റെ വീഡിയോ കാണുക. അതിന് പിന്നെ ചിലവൊന്നുമില്ലല്ലോ, ഫ്രീ ആയിട്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം, നോ പ്രോബ്ലം. ഓക്കെ. ഇനി മിസ്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താണ്ട്, മിസ്സേ അങ്ങനെ പോരാ, ഇങ്ങനെ വേണം എന്നൊക്കെ പറയും അല്ലേ? എനിക്ക് നിങ്ങളെ ആരെയും കാണാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് മിസ്സിനോട് പറയാം കേട്ടോ. എന്ത് സഹായം വേണമെങ്കിലും മിസ് ചെയ്തു തരും. ഓക്കെ. അപ്പോൾ തൽക്കാലം മിസ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ എല്ലാവരും. അല്ലെങ്കിൽ നിങ്ങളൊക്കെ മറന്നു പോകും. നമുക്ക് 9ലും 10ലൊക്കെ പഠിക്കണ്ടേ? കൊറോണയൊക്കെ കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ ശരി, ബൈ.